NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേരള വനം വകുപ്പിന്റെ അധീനതയിലുള്ള തൃശൂർ സുവോളജി പാർക്കിൽ വിവിധ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. നമുക്കതിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കാതിരിക്കുക. ആദ്യത്തെ തസ്തിക ആനിമൽ കീപ്പർ ട്രെയിനർ. ജോലി സ്വഭാവവും ഉത്തരവാദിത്തങ്ങളും. പാർക്കിലെ വിവിധയിനം ജീവികളുടെ ആവാസവ്യവസ്ഥ, ഭക്ഷണ രീതി, രോഗങ്ങൾ, പ്രജനന രീതി, മറ്റ് സ്വഭാവങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശാസ്ത്രീയ അറിവും പ്രായോഗിക ജ്ഞാനവും നേടുക പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വിവിധ മൃഗശാലകളിൽ പരിശീലനത്തിൽ പങ്കെടുക്കുക, പാർക്ക് അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ഏൽപ്പിക്കുന്ന ജോലികൾ നിർവഹിക്കുക, പൊതുജന സമ്പർക്ക പരിപാടികളിൽ പങ്കെടുക്കുക, എൻക്ലോഷറുകൾ വൃത്തിയായും ആരോഗ്യകരമായും സൂക്ഷിക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, മൃഗങ്ങൾക്കുള്ള വിവിധയിനം ഭക്ഷണങ്ങൾ തയ്യാറാക്കുക എന്നീ വിവിധ മേഖലകളിൽ പരിശീലന സമയത്ത് അവഗാഹം നേടണം. ഈ വിഷയത്തിൽ വെറ്റിനറി ഓഫീസർ, ക്യൂറേറ്റർ, സൂപ്പർവൈസർ, മറ്റു മേലധികാരികൾ എന്നിവരുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര ചുമതലയും വഹിക്കേണ്ടി വരും. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. ശാരീരിക യോഗ്യതകൾ: പുരുഷന്മാർക്ക് കുറഞ്ഞത് 163 സെന്റിമീറ്റർ ഉയരവും 81 സെന്റിമീറ്റർ നെഞ്ചളവും പൂർണ്ണമായി ശ്വാസം എടുക്കുമ്പോൾ 5 സെന്റിമീറ്റർ വികസനവും ഉണ്ടാകണം. സ്ത്രീകൾക്ക് കുറഞ്ഞത് 150 സെന്റിമീറ്റർ ഉയരം ഉണ്ടാകണം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയരത്തിൽ 5 സെന്റിമീറ്ററും നെഞ്ചളവിൽ 25 സെന്റിമീറ്ററും ഇളവ് ഉണ്ടായിരിക്കും. എന്നാൽ നെഞ്ചളവ് വികസനം 5 സെന്റിമീറ്റർ തന്നെ ഉണ്ടായിരിക്കണം. മെഡിക്കൽ സ്റ്റാറ്റസ്: ചെവി പൂർണ്ണമായും കേൾവി ശക്തി ഉണ്ടായിരിക്കണം. കണ്ണട ഉപയോഗിക്കാതെ കാഴ്ച സംബന്ധിച്ചാൽ താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ദൂരക്കാഴ്ച 6/6 സ്നെല്ലൻ, അടുത്ത കാഴ്ച 0.5 സ്നെല്ലൻ. കളർ വിഷൻ സാധാരണ. നൈറ്റ് ബ്ലൈൻഡ് ഉണ്ടാകരുത്. മസിലുകളും സന്ധികളും പാരാലിസിസ് ഉണ്ടാകരുത്. സന്ധികൾ സ്വതന്ത്രമായി ചലിപ്പിക്കണം. നാഡീവ്യൂഹം, നെർവ് സിസ്റ്റം പെർഫെക്റ്റ് നോർമൽ ആയിരിക്കണം. അതുപോലെ ഫ്രീ ഫ്രം എനി ഇൻഫെക്ഷൻസ് ഡിസീസ്, യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യം സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർവീസ് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലിക്ക് ചേരുന്ന സമയത്ത് ഹാജരാക്കണം. പ്രായം: അപേക്ഷകർ 2025 ജനുവരി 1 28 വയസ്സ് കഴിയാത്തവരായിരിക്കണം. അതായത് 28 വയസ്സ് കഴിയരുത്, 28 വയസ്സിനുള്ളിലുള്ളവരായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. പ്രായത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. ഒഴിവുകൾ 6 എണ്ണമാണ്. 6 ഒഴിവുകളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഈ തസ്തികയുടെ വേതനവും കാലാവധി 2 വർഷത്തെ കാലാവധിയാണ് ഈ നിയമനത്തിന്. ആദ്യ വർഷം 12,000 രൂപയും രണ്ടാമത്തെ വർഷം 15,000 രൂപയാണ് വേതനം. അടുത്ത കാറ്റഗറി സെക്യൂരിറ്റി ജീവനക്കാർ. യോഗ്യത: വിദ്യാഭ്യാസ യോഗ്യത SLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. മറ്റ് യോഗ്യതകൾ: ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് എന്നീ സേവന വിഭാഗങ്ങളിൽ 10 വർഷത്തിൽ കുറയാത്ത മിലിറ്ററി സേവനം ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ കേരള വനം വകുപ്പിന്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ ഏതെങ്കിലുമോ രണ്ടിലും കൂടിയോ 10 വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം: സൈനിക സേവനം കഴിഞ്ഞവർ 2025 ജനുവരി 1 55 വയസ്സ് കഴിയാത്തവരും, വനം വകുപ്പിലെ ജോലി പരിചയമുള്ളവർ 2025 ജനുവരി 1 60 വയസ്സും കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതല്ല. ഒഴിവുകൾ 5. വേതന നിയമന കാലാവധി: കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 21,175 രൂപയായിരിക്കും. കാറ്റഗറി 3 സാനിറ്റേഷൻ ജീവനക്കാർ. ജോലിയുടെ സ്വഭാവം, ഉത്തരവാദിത്തങ്ങളും: പാർക്കിലെ വിവിധ കെട്ടിടങ്ങൾ, അവയിലെ ടോയ്ലറ്റുകൾ, മറ്റ് പരിസരവും, പാർക്കിംഗ് ഏരിയ, റിസപ്ഷൻ കേന്ദ്രം, മൃഗങ്ങളെ പാർപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഗാർഡനുകൾ, സന്ദർശക പാതകൾ, റോഡുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഓരോ ഏരിയയും സ്വഭാവമനുസരിച്ചുള്ള ശുചീകരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇതിന്റെ ഭാഗമായി ശേഖരിക്കുന്ന ചപ്പുചവറുകൾ, മാലിന്യ നിക്ഷേപ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ എന്നിവ ഇതിനായി തയ്യാറാക്കിയിട്ടുള്ള സംസ്കരണ സ്ഥലത്ത് എത്തിക്കുക. കൂടെ വൃത്തിയാക്കൽ ആവശ്യമായി വരുന്ന ഗ്ലാസ് മേൽക്കൂരകൾ, ജനൽ, കതകുകൾ എന്നിവ വൃത്തിയാക്കുക. ഓഫീസ് പരിസരത്തുള്ള ചെടികൾ സംരക്ഷിക്കുക. ഹോസ്പിറ്റൽ സമുച്ചയം, വിവിധ കിച്ചണുകൾ, ക്വാറന്റൈൻ കേന്ദ്രം എന്നിവ ശുചിയാക്കുക തുടങ്ങിയ മേലധികാരികൾ ആവശ്യപ്പെടുന്ന അനുബന്ധ ജോലികൾ. യോഗ്യതകൾ:
വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം, ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. മറ്റ് യോഗ്യതകൾ: കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ, ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലെ ജോലി പരിചയം, അഭികാമ്യം. പ്രായം: അപേക്ഷകർ 2025 ജനുവരി 1 45 വയസ്സ് കവിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. ഒഴിവുകളുടെ എണ്ണം 5. വേതനവും നിയമന കാലാവധിയും: കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 18,390 രൂപ. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: ഓരോ തസ്തികയ്ക്കുമുള്ള അപേക്ഷാ ഫോറം കേരള വനംവകുപ്പിന്റെ www.forest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കവർ ലെറ്റർ ഇനി പറയുന്ന അഡ്രസ്സിൽ അയക്കണം. അപേക്ഷകൾ നേരിട്ടും തൃശൂർ സുവോളജിക്കൽ പാർക്ക് @gmail.com എന്ന ഇമെയിലിലും അയക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ അസൽ അഭിമുഖ സമയത്ത് ഹാജരാക്കണം. ഇനി അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ഡയറക്ടർ, തൃശൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ PO, കുരിശുമലയ്ക്ക് സമീപം, തൃശൂർ 68014, കേരളം. ഇമെയിൽ: തൃശൂർ സുവോളജിക്കൽ പാർക്ക് @gmail.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 7/3/2025 7/3/2025 വൈകുന്നേരം 5 മണി വരെയാണ്. അതായത് മാർച്ച് 7-ാം തീയതി 5 മണി വരെ. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കേണ്ട ഫോൺ നമ്പർ 9447979176 എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചാലും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി വായിച്ചു നോക്കിയിട്ട് അപേക്ഷകൾ അയക്കുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഈ വിജ്ഞാപനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.